ട്രേഡേഴ്സ് വെൽക്കം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന കാര്യമാണ് ഓപ്ഷൻ ബൈയിങ് എങ്ങനെ കുറച്ചുകൂടി ഇംപ്രൂവൈസ് ചെയ്യാം. സാധാരണ ഒരു ഇക്വിറ്റിയോ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സോ അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിങ്ങോ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റിസ്ക് കൂടുതലായതുകൊണ്ട് പ്രോബബിലിറ്റി കുറവായതുകൊണ്ടും എങ്ങനെ ഓപ്ഷൻസിനെ അപ്രോച്ച് ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാൻ ബാക്കി വെച്ചത് ഇപ്പം ഡിസ്കസ് ചെയ്യുകയാണ്. അതിലാദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ജസ്റ്റ് ഫോർ ദി ഇൻഫർമേഷൻ, ഇന്ത്യ വിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഐ വിയും ഇന്ത്യ വിക്സും ഒന്നല്ല. ഐ വി ഈസ് ഇംപ്ലൈഡ് വോളറ്റിലിറ്റി, അത് ഓരോ സ്ട്രൈക്ക് പ്രൈസിനും ഡിഫറൻ്റ് ആണ്. എങ്കിലും നമ്മൾ ATM പ്രൈസിൻ്റെതാണ് എടുക്കുന്നതെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിക്ക് ഡിഫറൻ്റ് ആയിരിക്കും. ബട്ട് മോസ്റ്റ്ലി ഈ ഫിയർ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പേടി വരുമ്പോഴാണ് ഐ വി കൂടുന്നത്, പേടി പോകുമ്പോഴാണ് ഐ വി കുറയുന്നത്. ഇത് ഒരു സിമ്പിൾ ലേമാൻ ലാംഗ്വേജ് ആണ് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ പറയുന്നത്. കാരണം ഈ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പം ഐ വി എപ്പോഴും കുറയും, മാർക്കറ്റ് താഴേക്ക് വരുമ്പം ഐ വി എപ്പോഴും കൂടും. ഇന്ത്യ വിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ മനസ്സിലാക്കാൻ പറ്റും. ഡയറക്ഷൻ ഇൻ ദ സെൻസ് മാർക്കറ്റിൻ്റെ ഫിയർ ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് സിമ്പിളായിട്ട് ഇതൊരു ഫയർസിൻ്റെ പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യ വിക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻഡെക്സ് ഇവിടെ ഇന്ത്യ വിക്സ് ഇൻഡെക്സ് എന്ന് കാണാം. ആഡ് ചെയ്യുക. അതിനുശേഷം ഇന്ത്യ വിക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഇന്ത്യ വിക്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടല്ല. സോ ഡെഫിനറ്റ്ലി നമ്മൾ ആദ്യം തന്നെ ഇന്ത്യ വിക്സ് ചെക്ക് ചെയ്യുമ്പോൾ ക്യാൻഡിൽ സ്റ്റിക്കിൽ നിന്ന് പോയി ലൈൻ ചാർട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുക. കാരണം നമുക്ക് വേണ്ടത് ഒരു ഓവറോൾ ഒരു ബേർഡ്സ് ഐ വ്യൂ ആണ്, ഇത് എങ്ങോട്ടാണ് എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. സോ ഡെയിലി വൈസിൽ നമ്മളിത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്ത്യ വിക്സ് വാസ് ഗോയിങ് അപ്പ് വൈ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, പേടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ തന്നെ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ നോക്കുക. പേടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കൂടുന്നത്? വാർ. ഈ സമയത്ത് നിഫ്റ്റി എന്താണ് ചെയ്യുന്നത് അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മുകളിലേക്ക് ഇന്ത്യ വിക്സ് പോകുമ്പോൾ നിഫ്റ്റി താഴേക്ക് വരുന്നു. പിന്നെ നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കാം, ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൊറോണ സീസണിൽ ഇന്ത്യ വിക്സ് 83 വരെ പോയിരുന്നു. ദാറ്റ്സ് എ വെരി ഹ്യൂജ് വോളറ്റിലിറ്റി. പക്ഷേ വോളറ്റിലിറ്റിയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ എല്ലാ സമയത്തും ഫിയർ ഉണ്ടാവില്ല. അതൊരിക്കലും മുകളിലേക്ക് പോയാൽ ഡെഫിനറ്റ്ലി താഴേക്ക് വരും. ഇത് ചാർട്ടിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മുകളിലേക്ക് പോകുന്ന സമയത്ത് നിഫ്റ്റി വിൽ ബി ക്രാഷിങ്, അതുപോലെ താഴേക്ക് വരുന്ന സമയത്ത് നിഫ്റ്റി റിക്കവർ ചെയ്യുന്നുണ്ടാവും. സോ ഈ ഒരു ലെവലിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, ഒരു ലെവലിൽ എത്തിയതിന് ശേഷം ഇത് കംപ്ലീറ്റ്ലി സൈഡ് വേസ് ആണ്, റൈറ്റ്? സൈഡ് വേസ് ഇൻ ദ സെൻസ് ചെറിയ അപ്പ് ആൻഡ് ഡൗൺസ്, നോർമൽ ന്യൂസസും കാര്യങ്ങളുള്ള. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു 20ൻ്റെ മുകളിലാണ് ഇന്ത്യ വിക്സ് എങ്കിൽ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് നോർമലി കൺസിഡർ ചെയ്യുന്നത്. അല്ലാതെ ഇത് എത്ര പോയിൻ്റാണ്, 19.5 ആണോ 20.2 ആണോ, ഈ രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇൻ റിലേഷൻ വിത്ത് പ്രീവിയസ് ഡേ ഇത് മുകളിലേക്കാണോ താഴേക്കാണോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇൻട്രാഡേ ബേസിസ് ആണെങ്കിൽ ഇപ്പോൾ 5 മിനിറ്റിലാണെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. മാർക്കറ്റിലൊരു ഹൈ പോയിന്റിൽ നിൽക്കുന്നു, ഇമ്മീഡിയറ്റ്ലി അത് താഴേക്ക് വരുന്നു. സ്ലോലി ഇന്ത്യ വിക്സ് താഴേക്ക് വരുവാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ത്യ വിക്സ് താഴേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ പേടി കുറയുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? മാർക്കറ്റിൽ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മാർക്കറ്റ് വിൽ ബി ഗോയിങ് അപ്പ്. ഇതൊരു ഓട്ടോമാറ്റിക് കാൽക്കുലേഷനാണ്. സോ ഇപ്പോൾ നമ്മൾ കാണുന്നത് NSEindia.com NSEയുടെ വെബ്സൈറ്റാണ്. സോ ഇത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം, ഓപ്ഷൻ ചെയിനിൽ വളരെ സിമ്പിളായിട്ട് ഓപ്ഷൻ ബയേഴ്സ് ചെയ്യേണ്ട ചില കാര്യമുണ്ട്. മാർക്കറ്റ് ഡാറ്റയിൽ പോകാം, ഓപ്ഷൻ ചെയിനിലേക്ക് പോകാം. ഇതിപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിനാണ് ഡിഫോൾട്ടായിട്ട് വരിക. ഇതൊരു സിമ്പിൾ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്. സോ ഈ ഓപ്ഷൻ ചെയിനിൽ നമ്മൾ കാണുന്ന നിങ്ങൾക്കറിയാം ITM OTM എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അറിയാം. ഇത് കോളിൻ്റെ ITM, കോളിൻ്റെ OTM, അതുപോലെ ഇത് പുട്ടിൻ്റെ OTM, പുട്ടിൻ്റെ ITM. യെല്ലോ കളറിൽ കാണുന്ന ഭാഗം ITM-ഉം വൈറ്റ് കളറിൽ കാണുന്ന ഭാഗം OTM-ഉം ആണ്. ഇത് കോൾ സൈഡാണ്, ഇത് പുട്ട് സൈഡാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ ബാക്കി എവിടെ പോയാലും നമ്മൾ ബാർഗെയിൻ ചെയ്യും. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ബാർഗെയിൻ ചെയ്യില്ല. മോസ്റ്റ് എക്സ്പെൻസീവായിട്ട് പോയി കാര്യങ്ങൾ വാങ്ങും. പിന്നെ അത് അതിനേക്കാളും എക്സ്പെൻസീവായിട്ട് വിൽക്കാൻ പറ്റാതെ വരും, സ്റ്റക്കായി പോകും. ഓപ്ഷൻ ബയേഴ്സിൻ്റെ എനിമിയാണ് ടൈം DK അഥവാ θ/DK. അത് ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ഫ്രണ്ടാണ്. അതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾ ഇനി മുതൽ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ എല്ലാ സമയത്തും ഇൻ ദ മണി ഓപ്ഷൻ ബൈ ചെയ്യാൻ ശ്രമിക്കുക. ഇൻ ദ മണി ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വളരെ ക്ലിയർ ആയിട്ടുള്ള റൂൾ ഞാൻ പറയാം. ATM മുതൽ താഴേക്ക്, അതായത് നമ്മൾ ഈ യെല്ലോ കളറിൽ കാണുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ 17,300,
അപ്പോൾ നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത് എപ്പോഴും അതിന് താഴേക്കുള്ള ഒരു 3-4 സ്ട്രൈക്ക് പ്രൈസസ് സെലക്ട് ചെയ്യുക. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് പറയാം. അതിനു മുന്നേ എല്ലാ സമയത്തും ഇവിടുത്തെ പ്രൈസ് നിങ്ങൾ നോക്കാതിരിക്കുക. ഈ പ്രൈസ് നോക്കിക്കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പൈസ ലോസ് ചെയ്യുന്നത് ഓപ്ഷൻ ബൈയിങ്ങിലാണെന്ന് എല്ലാവരും പറയും. പക്ഷേ ഓപ്ഷൻ ബൈയിങ്ങിലല്ല, ബ്ലണ്ടറായിട്ട് ചെയ്യുന്ന ഓപ്ഷൻ ബൈയിങ്ങിലാണ്. എല്ലാവർക്കും വേണ്ടത് ലോട്ടറിയാണ്. OTMൽ പോയി OTMലൊക്കെ പോയിട്ട് ചെറിയ ചെറിയ പൈസയ്ക്ക്, അതായത് അവരുടെ കയ്യിലുള്ള ക്യാപിറ്റലിനനുസരിച്ച്, എൻ്റെ കയ്യിൽ 10,000 രൂപയാണുള്ളത്, അപ്പോൾ 10,000 രൂപയ്ക്ക് എന്ത് കിട്ടും എന്ന് നോക്കി, പക്ഷേ ആ 10,000 രൂപയ്ക്ക് വാങ്ങുന്ന സാധനത്തിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കില്ല. സോ അങ്ങനെ പോയി ദൂരെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇപ്പോൾ 17,300 നിഫ്റ്റി എങ്കിൽ 17,500-600 പോയി വാങ്ങും. അപ്പോൾ നിഫ്റ്റി ഒരു ചെറിയ മൂവ്മെൻറ്റ് കൊടുത്താൽ പോലും ഈ ഓപ്ഷൻ പ്രൈസിൽ വലിയ ഡിഫറൻസ് ഒന്നും വരാൻ പോകുന്നില്ല. അതേസമയത്ത് നിഫ്റ്റി ചെറുതായിട്ടൊന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡീക്കേ ആവും. അതുപോലെ ടൈം ഡീക്കേ എന്ന് പറയുന്ന സാധനം OTMൽ വളരെ കൂടുതലായിരിക്കും. കാരണം അവിടെ ഉള്ളത് ടൈം വാല്യൂ മാത്രമാണ്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇനി മുതൽ ഒരു കാര്യം തീരുമാനിക്കുക. ഓപ്ഷൻ ബൈ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ITM ഓപ്ഷൻസ് ബൈ ചെയ്യുക. അതിലും അധികം ഡീപ്പ് ഇൻ ദ മണി പോകാതിരിക്കുക. ഡീപ്പ് ഇൻ ദ മണി പോയി കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ലിക്വിഡിറ്റി ബിഗ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കാരണം ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് 16,700 എന്നുള്ള ഒരു ഇതിൻ്റെ ബിഡും ആസ്കും നമുക്ക് നോക്കാം. അതായത് ഓഫർ കൊടുത്തിരിക്കുന്നത് 726, ആസ്ക് ചെയ്യുന്നത് 740 ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 14 രൂപയുടെ സ്ലിപ്പേജ് അവിടെ വരും. നിങ്ങൾ മാർക്കറ്റ് പ്രൈസിലാണ് നിങ്ങളവിടെ ഓർഡർ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ വലിയ ലോസസ് വരും. പിന്നെ ചില സമയത്ത് നിഫ്റ്റിയിലൊന്നും അങ്ങനെ സംഭവിക്കാറില്ല, എങ്കിലും ഇല്ലിക്വിഡ് ആയിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഗെറ്റ് ഔട്ട് ആവാൻ പറ്റാത്ത അവസ്ഥ പോലും വരാറുണ്ട്. അതുകൊണ്ട് എല്ലാ സമയത്തും ഈ ഒരു ലാസ്റ്റ് 4 സ്ട്രൈക്ക് അല്ലെങ്കിൽ ITMൻ്റെ ആദ്യത്തെ ഒരു 4-3 സ്ട്രൈക്കിൽ ഏതെങ്കിലും ഒരു സ്ട്രൈക്ക് വാങ്ങാനും വിൽക്കാനും ശ്രമിക്കുക ആസ് ആൻ ഓപ്ഷൻ ബയർ. ഈ 368 അല്ലെങ്കിൽ 340 എന്ന് പറയുമ്പോൾ നമുക്കൊരു 10,000-20,000 രൂപ വേണ്ടി വരും. അതേസമയത്ത് ഇവിടെ പോയി 200ൻ്റെ വാങ്ങുവാണെങ്കിൽ നമുക്ക് 10,000 രൂപ മതിയാവും. അപ്പോൾ ഇവിടെയല്ലേ ചെറിയ പ്രൈസിന് കിട്ടുന്നത് എന്ന് വെച്ച് ചാടിക്കേറി OTM ബൈ ചെയ്യാതിരിക്കുക. ഈ ഒരു തമ്പ് റൂൾ നിങ്ങൾ കയ്യിൽ വെക്കുക. ഞാൻ ഒരിക്കലും OTM ഓപ്ഷൻ ബൈ ചെയ്യില്ല. ബൈ ചെയ്യുന്നില്ലെങ്കിൽ ഓക്കെ, ക്യാപിറ്റൽ ഇല്ലെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്യും, ബട്ട് OTM ഓപ്ഷൻ ബൈ ചെയ്യില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തുകൊണ്ടാണ് ഇവിടെ ബൈ ചെയ്യാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ പറഞ്ഞു ഡീപ്പ് ഇൻ ദ മണി പോയി കഴിഞ്ഞാൽ അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റിയുടെ ഇഷ്യൂ വരും. ഈ ഒരു ഏരിയയിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ വെച്ച് തീറ്റ DK കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇവിടെയുള്ള തീറ്റ DKക്കാളും കുറവായിരിക്കും ഇവിടെയുള്ള തീറ്റ DK. കാരണം ഇവിടെ ഇനി ഓൾറെഡി ഒരു ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്. ഇനി ഓപ്ഷൻസിൽ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതിനെ കുറിച്ചുള്ളൊരു ഡൗട്ടാണ്. 17,300 ഇവിടെ ATM ആണ്. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കണം, ATMൻ്റെ ഡെൽറ്റ എന്ന് പറയുന്നത് 0.5 അതായത് നിഫ്റ്റി 30 പോയിൻ്റ് മൂവ് ചെയ്താൽ ATM സ്ട്രൈക്ക് പ്രൈസ് 15 പോയിൻ്റ്, അറൗണ്ട് 15 പോയിൻ്റ് മൂവ് ചെയ്യും എന്നാണ് അതിൻ്റെ ഒരു കണക്ക്. സോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, നിഫ്റ്റിയിൽ നിങ്ങൾക്ക് 30 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് വരുന്നതെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസിൽ ഒരു 20-25 പോയിൻ്റ് തന്നെ വെക്കുക. കാരണം ഈ ഡെൽറ്റ എക്സാക്റ്റ് ആ രീതിയിലല്ല വർക്കാവുക. കാരണം ഡെൽറ്റയിൽ ഗാമയുടെ ഒരു എഫക്റ്റ് വരും, പ്രൈസ് മുകളിലേക്കും താഴേക്കും വരുമ്പോൾ. അതുപോലെ ടൈം ഡീക്കേ എഫക്റ്റ് ഉണ്ടാവും. അതുപോലെ വോളറ്റിലിറ്റി ഇൻക്രീസിങ് ഡിക്രീസിങ് എഫക്റ്റ് ഉണ്ടാവും. നിങ്ങൾ അധികം കോംപ്ലിക്കേറ്റഡ് ആക്കാതെ നമുക്ക് നിഫ്റ്റിയിൽ കിട്ടുന്ന ഒരു പോയിൻറ്റിൻ്റെ ഏതാണ്ട് അടുത്ത് തന്നെ ഇതിലും സ്റ്റോപ്പ് ലോസ് വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു ITM ആണ് ബൈ ചെയ്യേണ്ടത്. അപ്പോൾ ITMലാകുമ്പോൾ ഓൾമോസ്റ്റ് ഡെൽറ്റ കുറച്ചുകൂടി കൂടും, 0.6 0.7. അപ്പോൾ അതുകൊണ്ട് അധികം റിസ്ക് എടുക്കാതെ ഒരു നിഫ്റ്റിയിൽ 30 പോയിൻ്റ് കിട്ടുവാണെങ്കിൽ ഒരു 25 പോയിൻ്റ് തന്നെ അല്ലെങ്കിൽ 30 പോയിൻ്റ് തന്നെ ഓപ്ഷൻസിൽ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ശ്രമിക്കുക. കാരണം അങ്ങനെയുള്ള സമയത്ത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നതിൻ്റെ ഫ്രീക്വൻസി കുറയും. ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് കൂടുതലെന്നുള്ള കാര്യം കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ടൈം DK നമുക്കെതിരാണ്, അതുപോലെ ഡിക്രീസിങ് വോളറ്റിലിറ്റി നമുക്കെതിരാണ്. ഓവറോൾ നോക്കുവാണെങ്കിൽ പ്രോബബിലിറ്റി എല്ലാ സമയത്തും ഓപ്ഷൻ ബൈയിങ്ങിൽ വളരെ കുറവാണ്. പക്ഷേ ഓൺ ദ അതർ സൈഡ് പ്രോഫിറ്റബിലിറ്റിയും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും വെരി ഹൈ ആണ്. ഓപ്ഷൻ സെല്ലിങ്ങിൽ പ്രോബബിലിറ്റി കൂടുതലാണ്. സോ ഡെഫിനറ്റ്ലി അതിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിയായ ഓപ്ഷൻ ബൈയിങ്ങിൽ പ്രോബബിലിറ്റി കുറവായിരിക്കും. ഓപ്ഷൻ സെല്ലിങ്ങിൽ പ്രോഫിറ്റബിലിറ്റി കുറവാണ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ്. സോ ഡെഫിനറ്റ്ലി അതിൻ്റെ ഓപ്പോസിറ്റായ ഓപ്ഷൻ ബൈയിങ്ങിൽ പ്രോഫിറ്റബിലിറ്റിയും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും കൂടുതലായിരിക്കും. കാരണം ഓപ്ഷൻ ബൈയിങ്ങിൽ നമുക്കറിയുന്നൊരു കാര്യമാണ്, വളരെ ചെറിയ ക്യാപിറ്റൽ മതി. നമ്മൾ പ്രീമിയം ഫുള്ളി അപ്ഫ്രണ്ട് പേ ചെയ്തിട്ടാണ് ഓപ്ഷൻ ബൈ ചെയ്യുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ പല ആൾക്കാരും ചെയ്യുന്നൊരു കാര്യമാണ്,
ചാടിക്കേറി ഓപ്ഷൻസ് ബൈയിങ്ങിലേക്ക് വരിക എന്നുള്ളത്. കാരണം 10,000 രൂപ കയ്യിലുണ്ടെങ്കിൽ ഒരു ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ട്രേഡ് ചെയ്യാം എന്നുള്ളൊരു കാരണം കൊണ്ട്. പക്ഷേ നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമാണ്, ഞാൻ പല സമയത്തും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഇതൊരു അഡ്വാൻസ്ഡ് പ്രൊഡക്റ്റാണ്. മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റൂ. ഇനി നോർമൽ ഓപ്ഷൻ സെല്ലിംഗ് ആണെങ്കിൽ പോലും മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമുക്കത് ആക്റ്റീവ്ലി മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്ത് കൺസിസ്റ്റൻ്റ്ലി പ്രോഫിറ്റബിൾ ആകുക എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ കാലങ്ങളായി ചെയ്യുന്ന എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്. നമ്മൾ ഫസ്റ്റ് ഇക്വിറ്റിയിൽ പ്രോഫിറ്റബിൾ ആവുക, അതിനുശേഷം സ്ലോലി പ്രൊഡക്ട്സ് മാറ്റി ഫ്യൂച്ചേഴ്സിലേക്ക് ഓപ്ഷൻസിലേക്ക് വരിക. ഇക്വിറ്റിയിൽ ചെറിയ എമൗണ്ട് കൊണ്ടും ചെറിയ ക്വാണ്ടിറ്റി കൊണ്ടും നമുക്ക് ട്രേഡ് എടുത്ത് തെറ്റാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ഓപ്ഷൻസിൽ മോസ്റ്റ് ഓഫ് ദ ടൈമും സ്റ്റേക്ക് വളരെ വലുതാണ്. നമ്മൾ ഇത്രയും ലോസ് ഉണ്ടാക്കുന്ന എക്സ്പെക്റ്റ് ചെയ്തിട്ടായിരിക്കില്ല മാർക്കറ്റിലേക്ക് വരുന്നുണ്ടാവുക. സോ അതുപോലെ പെട്ടെന്ന് ലോസസ് ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഇമോഷൻസ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ആവും. അല്ലെങ്കിൽ വെരി നെഗറ്റീവ് ബാഡ് ഇമോഷൻസ് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നൊന്നും ശരിയാവില്ല. ഞാൻ ആസ് എ ട്രേഡർ ഒരു പ്രൊഡക്റ്റ് ന്യൂട്രൽ ആയിട്ടുള്ള ഒരാളാണ്. എന്നെ സംബന്ധിച്ച് മാർക്കറ്റിൽ എന്താണ് ഡയറക്ഷൻ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആ സമയത്ത് അവിടെ എന്താണോ ബെറ്റർ ആയിട്ടുള്ളത്, ചിലപ്പോൾ ഓപ്ഷൻ ബൈയിങ് ആയിരിക്കാം, ചിലപ്പോൾ ഓപ്ഷൻ സെല്ലിംഗ് ആയിരിക്കാം. ഇനി അതല്ല ഫ്യൂച്ചേഴ്സാണ് ബെറ്റർ എങ്കിൽ അങ്ങനെ. ഇനി അതൊന്നുമല്ല, എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ചില HDFC അല്ലെങ്കിൽ റിലയൻസ് പോലെയുള്ള സ്റ്റോക്കിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് കാണുകയാണെങ്കിൽ അവിടെ ഫ്യൂച്ചേഴ്സ് എടുക്കുന്നതിന് പകരം ഡയറക്റ്റ് ഇക്വിറ്റി എടുത്തും ഞാൻ ട്രേഡ് ചെയ്യാറുണ്ട്. സോ ഒരിക്കൽ ഡയറക്ഷൻ മനസ്സിലാക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണ് എന്നുള്ളതിൽ വലിയ കാര്യമില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓപ്ഷൻസിൽ വരുന്ന ചില കോംപ്ലിക്കേഷൻസ്, അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങൾ എപ്പോഴാണ് ഓപ്ഷൻ ബൈ ചെയ്യേണ്ടത്, സെല് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞു മൊമെൻറ്റം കിട്ടും എന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ സാധാരണ ഓപ്ഷൻസ് ബൈ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. സോ ഒരു സ്റ്റോക്ക് മാത്രമാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അതിൽ എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾക്ക് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയെന്ന് വരില്ല. പക്ഷേ ആൾക്കാർ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പല വീഡിയോസും കാര്യങ്ങളും കണ്ട് എല്ലാ ദിവസവും ഓപ്ഷൻ ബൈ ചെയ്താലും ഇതേ ഒരു പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവും എന്നുള്ള ചിന്തയിൽ മാർക്കറ്റിലേക്ക് വരും. അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവരുടെ കാര്യം ഇത് തന്നെയാണ്. നമ്മൾ പറയാറുണ്ട് ഓപ്ഷൻ സെല്ലിംഗ് ആണ് എല്ലാവർക്കും പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനം. പക്ഷേ ഓപ്ഷൻ സെല്ലിങ്ങിലും ലോസ് ആക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഓപ്ഷൻ ബൈങ്ങിലും ലോസ് ആക്കുന്ന ആൾക്കാരുണ്ട്. സോ ഇവിടെ ഈ പ്രൊഡക്റ്റിനേക്കാളും അതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. കൂടുതൽ ട്രേഡേഴ്സിനും വേണ്ടത് ആക്ഷനാണ്. മാർക്കറ്റ് ഓപ്പൺ ആണെങ്കിൽ അവിടെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ചിന്തയാണ് പല ആൾക്കാരെയും ലോസിൽ കൊണ്ടെത്തിക്കുന്നത്. ഇത് ഞാൻ ഓപ്ഷൻ ബൈങ്ങിനെ കുറിച്ച് മാത്രം പറയുന്നതല്ല, ഏതൊരു പ്രൊഡക്റ്റിനെ കുറിച്ചും ഉള്ളത് ഇതേ ഒരു കാര്യമാണ്. പല സമയത്തും വെയിറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇനി അവരുടെ സെറ്റപ്പ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ടെലിഗ്രാം ചാനലിലൂടെ കയറി ഇറങ്ങി എവിടുന്നെങ്കിലും ഒരു ബൈ അല്ലെങ്കിൽ സെൽ സെറ്റപ്പ് സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണ് ഭൂരിഭാഗവും. കാരണം ആ ആക്ഷൻ വേണം. ചില ആൾക്കാരെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ചിലപ്പോൾ എല്ലാ ദിവസവും ഫുൾ ടൈമായി ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല. സോ ഒരു ദിവസം ഫ്രീ കിട്ടി, ആ ദിവസം ഇരിക്കുമ്പോൾ ഇന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാനൊരു ട്രേഡർ ആവില്ല, അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ലൂസ് എ ബിഗ് ഡേ എന്നുള്ള രീതിയിലാണ് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. സപ്പോസ് നമ്മളുടെ സെറ്റപ്പ് വെച്ച് ഒരു ട്രേഡ് കിട്ടാത്തൊരു ദിവസം, പക്ഷേ ആ ദിവസം ഒരു സൂപ്പർ ട്രെൻഡിങ് ഡേ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ചാർട്ട് ഉണ്ടായിരുന്നു, ദ ഡേ ബിഫോർ യെസ്റ്റർഡേ, നിഫ്റ്റിയുടെ ചാർട്ടാണിത്. നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം വളരെ ക്ലിയർ ആണ്. മാർക്കറ്റ് ഒരു വൺ വേ മൂവാണ് ചെയ്തത്. ട്രേഡ് എടുക്കണമെന്ന് തോന്നി ട്രേഡ് എടുക്കാത്ത ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു മൂവ് വലിയൊരു മൂവാണ്. അത് മിസ് ചെയ്തു. സോ നെക്സ്റ്റ് ഡേയും അവർ ഈ മിസ്സിങ്, ഇനി എനിക്കിങ്ങനെ മിസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നെക്സ്റ്റ് ഡേ മാർക്കറ്റിലേക്ക് വന്ന് ഇതുപോലെയുള്ളൊരു മൂവ് എക്സ്പെക്റ്റ് ചെയ്ത് പിന്നെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന ഒരു കണ്ടീഷനാണ് സാധാരണ ഉണ്ടാവുക. എൻ്റെ ട്രേഡിംഗ് ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ ചേഞ്ച് ചെയ്ത ഈ ഒരു കാര്യമാണ്, ഡോണ്ട് സെർച്ച് ഫോർ ട്രേഡ്സ്, ലെറ്റ് ദ ട്രേഡ്സ് ഫൈൻഡ് യു. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വേർഡാണ്. നമ്മൾ ട്രേഡ് സെർച്ച് ചെയ്യാതിരിക്കുക, ട്രേഡ്സ് നമ്മളിലേക്ക് എത്തണം. പക്ഷേ ഈ ട്രേഡ്സ് നമ്മളിലേക്ക് എത്തണം എന്ന് പറയുമ്പോൾ ഒരു ക്ലിയർ ആയിട്ടുള്ള സെറ്റപ്പ് നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം. അല്ലാതെ ഞാൻ മാർക്കറ്റിന് മുമ്പിലിരിക്കുന്ന ട്രേഡ്സ് എന്നെ തേടി വരും, അങ്ങനെയല്ല. ഈ ട്രേഡ്സ് നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ന്യൂട്രലായിട്ട് മാർക്കറ്റിലേക്ക് വരിക, അവിടെ വെയിറ്റ് ചെയ്യുക. കുറേ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ സെറ്റപ്പിൽ മാർക്കറ്റ് വരുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് കാണാൻ പറ്റും. അതിന് വേണ്ട കാര്യം എക്സ്പീരിയൻസ്ഡ് ആവുക എന്നുള്ളതാണ്. എക്സ്പീരിയൻസ് ആവാൻ നമുക്ക് എല്ലാ ദിവസവും മാർക്കറ്റിലിരുന്ന് എക്സ്പീരിയൻസ് ആവുന്നതിൻ്റെ കൂടെ ചാർട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസും കോൺഫിഡൻസും നമ്മളുടെ സെറ്റപ്പിലുള്ള നമ്മളുടെ കൺവിക്ഷനും കൂടും.
ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ പറയാറുണ്ട് 90% ആൾക്കാരും സ്റ്റോക്ക് മാർക്കറ്റിൽ മണി ലൂസ് ചെയ്യുന്നു. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമല്ല, ഏതൊരു ഫീൽഡ് എടുത്താലും 90% ആൾക്കാർ സക്സസ്ഫുൾ ആവുന്നില്ല, അല്ലെങ്കിൽ ഫെയിൽ ആവുന്നു. ബാക്കിയുള്ള 10% സക്സസ്ഫുൾ ആവുന്നുള്ളൂ എന്ന് പറയും. അതുപോലെ ചില ആൾക്കാർ പറയും 95% ആൾക്കാരും ഓപ്ഷൻ ബൈയിങ്ങിൽ ലോസ് ആക്കുന്നവരാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ടോട്ടൽ ട്രൈ ചെയ്യുന്ന ആൾക്കാരിലാണ് 90% ഫെയിൽ ആവുന്നത്. അല്ലാതെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നല്ല 90% ഫെയിൽ ആവുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു 100 ആൾക്കാരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ 90% ആൾക്കാരും ആ ഒരു സക്സസ് ആവുന്നതിന് വേണ്ട എഫേർട്ട് ഇടുന്നില്ല എന്നുള്ളതാണ്. എത്ര ആൾക്കാർ ഒരു ദിവസം ഒരു 4-5 മണിക്കൂർ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ടാവും? നിങ്ങൾ യൂട്യൂബ് വീഡിയോ കാണുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. റിയലി നാളെ നിങ്ങളുടെ ട്രേഡിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര നേരം നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്? സോ ഇതൊന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് 95% ആൾക്കാർ ലൂസ് ആക്കുന്നു എന്ന് പറഞ്ഞ് ഡിമോട്ടിവേറ്റഡ് ആവാതിരിക്കുക. ഈ 95% ആൾക്കാരും റോങ് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നവരാണ്. ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ ദിവസം 8 മണിക്കൂർ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്നു. അതിൽ 5 മണിക്കൂർ നിങ്ങൾ കാണുന്നത് യൂട്യൂബ് വീഡിയോസ് ആണെങ്കിൽ കാര്യമില്ല. സോ റോങ് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാതിരിക്കുക, പ്രോപ്പറായിട്ടുള്ള എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, എല്ലാ സമയത്തും ചാടിക്കയറി ഓപ്ഷൻ ബൈ ചെയ്യുക എന്നുള്ളത് എൻ്റെ പോളിസി അല്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സമയത്തും ലോസ് ആയിരിക്കും. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്: നിങ്ങളൊരു പ്രൊഡക്റ്റ് ന്യൂട്രലായി വരിക. ക്യാപിറ്റൽ ഉള്ളവർക്കാണെങ്കിൽ ഓപ്ഷൻ ബൈ ചെയ്യുന്ന സെയിം ടൈമിൽ ഓപ്ഷൻ സെല്ലിംഗ് ട്രൈ ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്, അതായത് നിങ്ങളൊരു പുട്ട് ബൈ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു കോൾ സെല്ല് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഓപ്ഷനാണ്. പക്ഷേ എഗെയിൻ ആലോചിക്കുക, നമ്മളിവിടെ ഫാർ OTM സെല്ലിങ്ങിനെ കുറിച്ചല്ല പറയുന്നത്, ATM നിയർ ബൈ ATM സെല്ലിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് മോർ റിസ്കി. സോ ആക്റ്റീവ്ലി ട്രേഡ് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഓപ്ഷൻ ബൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യുക. ചിലപ്പോൾ 4 ദിവസത്തിലൊരു പ്രാവശ്യമായിരിക്കും ഈ ഒരു ചാൻസ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാത്ത ദിവസം നിങ്ങൾക്ക് ആക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇക്വിറ്റിയിൽ ട്രൈ ചെയ്യാം. ഫ്യൂച്ചേഴ്സിൽ എക്സ്പീരിയൻസ് ആയതിനു ശേഷം ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലെ അപ്രോച്ച് ചെയ്താൽ നമുക്ക് ഏത് പ്രൊഡക്റ്റും നമ്മളുടെ കൺട്രോളിൽ നിൽക്കും. ചില ആൾക്കാർ പറയാറുണ്ട് ഓപ്ഷൻ ബൈയിങ് ആണ് നല്ലത്, അതിൽ ഭയങ്കര റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ചെറിയ ക്യാപിറ്റൽ മതി, ഭയങ്കര പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ ആണ്. ചില ആൾക്കാർ പറയാറുണ്ട് ഓപ്ഷൻ സെല്ലിംഗ് ആണ് നല്ലത്, അതിൽ പ്രോബബിലിറ്റി കൂടുതലാണ്, ചെറിയ പെർസെൻറ്റേജ് ആണെങ്കിലും നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. ചിലവർ പറയും ഇക്വിറ്റി മാത്രമാണ് നല്ലത്, ഫ്യൂച്ചേഴ്സിലേക്ക് ഒരിക്കലും ട്രേഡ് ചെയ്യാതിരിക്കുക. അതേപോലെ ചിലർ പറയും ഫ്യൂച്ചേഴ്സാണ് നല്ലത്, ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് മാത്രമേ നമുക്ക് അവിടെ നിന്ന് കിട്ടൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളൊക്കെ കോമൺ സെൻസ് ഉള്ള ആൾക്കാരാണ്. മാർക്കറ്റ് എത്രയോ കാലമായിട്ട് ഇവിടെയുണ്ട്. അവിടെ ഇക്വിറ്റിയിലും പ്രോഫിറ്റബിൾ ആവുന്ന ആൾക്കാരുണ്ട്, ലോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫ്യൂച്ചേഴ്സിലും പ്രോഫിറ്റബിൾ ആവുന്ന ആൾക്കാരുണ്ട്, ലോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓപ്ഷൻസിലും പ്രോഫിറ്റബിൾ ആവുന്ന ആൾക്കാരുണ്ട്, ലോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബൈയിങ്ങിലാണെങ്കിലും സെല്ലിങ്ങിലാണെങ്കിലും. ദാറ്റ് മീൻസ് എവറിത്തിങ് ഈസ് പോസിബിൾ എവരിവെയർ. അത് നിങ്ങൾ എവിടെയാണ് അതിൽ എക്സ്പേർട്ട് എന്നുള്ള കാര്യം മാത്രം നോക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ നിങ്ങളൊരു സ്വിംഗ് ട്രേഡിങ്ങിൽ പൊസിഷണൽ ട്രേഡാണ് നിങ്ങൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ഫാർ എക്സ്പയറി ട്രൈ ചെയ്യുക. ദാറ്റ് മീൻസ് നിങ്ങളിപ്പോൾ തിങ്കളാഴ്ച നിങ്ങളൊരു ഓപ്ഷൻ ബൈ ചെയ്യുന്നു, നിങ്ങൾ ആക്ച്വലി ഒരാഴ്ച അല്ലെങ്കിൽ 5 ദിവസമൊക്കെ വെക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കറണ്ട് എക്സ്പയറിക്ക് പകരം മന്ത്ലി എക്സ്പയറി ബൈ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മന്ത് എൻഡ് ആണെങ്കിൽ നെക്സ്റ്റ് മന്ത് എക്സ്പയറി ബൈ ചെയ്യാൻ ശ്രമിക്കുക. അതേസമയത്ത് ഇൻട്രാഡേ 3 മിനിറ്റ് 1 മിനിറ്റ് ആൾക്കാരെ സംബന്ധിച്ച് ഫാർ ഫാർ എക്സ്പയറിയിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. സോ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഓപ്ഷൻ ബൈയിങ്ങിൽ ട്രൈ ചെയ്യുക. പക്ഷേ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുകയാണ്, എല്ലാ ദിവസവും ഇറ്റ്സ് നോട്ട് എ ഡേ ഫോർ ഓപ്ഷൻ ബയേഴ്സ്. സോ ഈ ഒരു പേഷ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതുപോലെ ചെയ്യുന്നത് എന്താണെങ്കിലും ട്രേഡിംഗ് ജേണൽ യൂസ് ചെയ്ത് ഓരോ ദിവസവും നിങ്ങളുടെ പോയിൻറ്റ്സ് നോട്ട് ചെയ്യുക. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലായ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ട്രേഡിംഗ് ജേണൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ നമ്മളുടെ ക്യാൻഡിൽ മൈൻസ് ആപ്പിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ കീപ് ലേണിംഗ്. ബൈ.